തിരുഹൃദയഗീതം കവിത 25 ഭാഗം. ഐഹിക ജീവിതാനന്തരം മാനവർ മഹിമയിൽ മോക്ഷരാജ്യത്തിലെത്തും. പുൽക്കോടി പോലുള്ള പാവപരീക്ഷയും പുൽകുന്ന നിത്യ സന്തോഷഭാഗ്യം. എൻ്റെ വരദാനത്തണലിൽ ചരിക്കുന്നോർ, എൻ്റെ തിരുമൊഴി കേൾക്കുന്നവർ, വാരിതക്കൂട്ടത്തെ പിന്നിട്ടു പോരുന്നു, വന്നെത്തിയിടുന്നു പറുദീസായിൽ. മുക്കണ്ടഗോളത്തെ കരയും കടലുമായി ഭാഗിച്ച മാമക കരവല്ലഭം. പർവ്വതശിഖകളെ ഇടിവെട്ടലുണ്ടാക്കി ഗർവം കുറയ്ക്കുന്ന കാഴ്ച നോക്കൂ. മലകൾക്കു മുകളിലെ നീർച്ചാലൊഴുക്കല്ലോ വലിയ നദികളായി തീർന്നിടുന്നു. കഴുതയും കരടിയും കാനനത്തിങ്കലെ കാട്ടാന കൂട്ടവും വ്യാഘ്രങ്ങളും ദാഹം ശമിപ്പിച്ച് ശേഷിക്കും ജലമെല്ലാം ദീനശീലത്തോടെ മാനവർക്കായി വിട്ടുകൊടുക്കുന്നു കാട്ടാറു നരവർഗ. വീട്ടുമുറ്റത്തേക്ക് പാഞ്ഞിടുന്നു ആകാശപ്പറവകൾ ആ കാഴ്ച കാണുമ്പോൾ അനുപമത ഗാനങ്ങളാലപിപ്പൂ. കുരുവികളായി നദി തീരത്തു നിൽക്കുന്ന മരങ്ങളോരോരോന്നിലും കൂടുങ്കൂട്ടും. മയിലുകൾ പീലി നിവർത്തിക്കളിച്ചിടും, കുയിലുകൾ കളഗാനമാലപിക്കും. കന്നുകാലിക്കൂട്ടമെല്ലാ ദിവസവും തിന്നു കൊഴുക്കുവാൻ ഭൂപരപ്പിൽ പുച്ചപ്പുൽ വെച്ചു പീഡിപ്പിച്ചു എൻ കരം. പച്ചപ്പുൽ വെച്ചു പീഡിപ്പിച്ച എൻ കരം പരിപാലനാഭാരമേറ്റിടുന്നു. ദേവദാരുക്കളിൽ ചേക്കേയിരിക്കുവാൻ ദൈവമാം ഞാൻ ഞാറപ്പക്ഷികൾക്ക് താവളം നൽകുന്നു. മലകളെ കിളികൾ തൻ താവളം നൽകുന്നു. മലകളെ കിളികൾ തൻ കാഹളഗീതവേദിയാക്കാൻ കടലിൻ്റെ മീതെ നിരന്തരമോടുന്ന കപ്പലുകൾ നോക്കി മത്സ്യജാലം സച്ചിദാനന്ദനെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഒച്ചയുണ്ടാക്കാതെ ഭക്തിപൂർവം അബ്രാം, ഇസഹാക്ക്, യാക്കോബു മുതലായ ആരോമൽ സ്നേഹസുതരെ നോക്കി ആകാശദേശത്തെ സ്നേഹസ്വരൂപനെ ആരാധിച്ചിടുവിൻ ആത്മാർത്ഥമായി. ഭക്തി പുരസ്കരമെന്നോടു പ്രാർത്ഥിച്ചു ശക്തി പ്രാപിക്കുവിൻ പ്രിയമക്കളെ. കാരുണ്യമൂർത്തിയാം ഞാൻ തന്നെയല്ലയോ കാനാൻ ദേശത്തിൻ്റെ പരിദായകൻ. മാമക കരധാരാഭിഷിക്തരായോരേ
മാനവർ ബഹുമാന ഭക്തിയോടെ ആദരിച്ചിടുവാൻ സ്ഫടികസ്ഫുടമായി ആജ്ഞ നൽകുന്നു ഞാനെന്നുമെന്നും. ഇഷ്ടജനങ്ങളെ ശത്രുക്കളിൽ നിന്നും പുഷ്ടമോദത്തോടെ രക്ഷിക്കുവാൻ മോശയെ ജോഷയെ അഹറോൻ മുതൽ പോരെ മോചകരാക്കിയ രക്ഷകൻ ഞാൻ. ആശ്രയിച്ചിടുവിൻ അഭയം യാചിക്കുവിൻ. ഈജിപ്തിൽ ഇസ്രായേൽ മക്കളെ ദ്രോഹിച്ച തേജസ്സുമുറ്റിയ ഫറവോനെ ഞാൻ. തവളകളീച്ചകൾ പേനുകൾ മുതലായ കേവലം ചെറുജീവി സേനയാലേ പാഠം പഠിപ്പിച്ച വസ്തുതയോർക്കുവിൻ. പാടിപ്പുകഴ്ത്തുവിൻ ദൈവത്തിനെ. രാജ്യം വിട്ടോടിയ ഇസ്രായേൽ മക്കൾക്ക് രാത്രിയും പകലും അനുകമ്പയാൽ തീത്തൂണിനാലും തൂമേഘവിരിപ്പാലും തീവ്രമം വെട്ടവും തണലുമേകി. ആകാശമന്നായിടക്കിടെ വർഷിച്ച് അനുകമ്പയോടെ രക്ഷിച്ചു പോന്നു. ഒരു ചിന്ത. പ്രണയത്തിൽ വഞ്ചിക്കപ്പെട്ടതിൻ്റെ പേരിൽ അവൻ മാസങ്ങളായി നിരാശയിലാണ്. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച അവൻ മലയുടെ മുകളിലെത്തി. അവൻ്റെ നിൽപ്പിൽ പന്തികേട് തോന്നിയ വൃദ്ധൻ അവനുമായി സംസാരിച്ചു. കാര്യമറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ അവസാനിപ്പിക്കാൻ പോകുന്ന ജീവിതം ഒരു സിനിമയല്ല. അതിലുള്ളതുപോലെ രണ്ടാമതൊരു ജന്മം നിനക്ക് ലഭിക്കുകയുമില്ല. ജീവൻ്റെ വില നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നീ ഒരു ആശുപത്രിയിലേക്ക് ചെല്ലണം. അവിടെ ഒരു ദിവസം കൂടി ജീവിക്കാൻ ആഗ്രഹിച്ച് കഴിയുന്ന അനേകരുണ്ട്. അവൻ മലയിറങ്ങി. ആകസ്മികമായി എത്തേണ്ടവയെ സ്വയം തിരഞ്ഞെടുക്കുകയും പദ്ധതിയുണ്ടാക്കി തിരഞ്ഞെടുക്കേണ്ടവയെ ആകസ്മികതയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ ജീവിത ദുരന്തം. അപ്രതീക്ഷിത കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം. അവ ചിലപ്പോൾ അശുഭകരവുമാകാം. അപ്രതീക്ഷിത കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം. അവ ചിലപ്പോൾ അശുഭകരവുമാകാം. പക്ഷേ അവയിൽ തട്ടി പ്രതീക്ഷകൾ മുഴുവൻ നശിപ്പിക്കുന്നതെന്തിന്?
ജീവിതത്തിലെ ഓരോ ദിനവും ജീവിതത്തിലെ ഓരോ ദിനവും തെരഞ്ഞെടുപ്പാകണം. എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ, വരുന്നതിൻ്റെ ബാക്കി നോക്കാം എന്നൊക്കെയുള്ള അലസ ചിന്തകളിൽ ജീവിക്കുന്നവർക്ക് അന്തസ്സുള്ള ജീവിതം ലഭിക്കില്ല. എല്ലാം ഉദ്ദേശിക്കുന്ന പോലെ സംഭവിക്കില്ല. പ്രതികൂലമായി ഉടലെടുക്കുന്ന കാര്യങ്ങളിലും പ്രതികരണങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രധാനമാണ്. ഒന്നുകിൽ എല്ലാറ്റിനെയും ശപിച്ച് നിരാശയിൽ കഴിയുകയോ സ്വയം അവസാനിപ്പിക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ ക്രിയാത്മകതയിലൂടെ പകരം വഴികൾ തേടാം. മെച്ചപ്പെടാനുള്ള വഴികൾ തേടുന്നവർ മാത്രമാണ് എന്തിനേയും അതിജീവിക്കുന്നത്. രണ്ട് സാധ്യതകളേയുള്ളൂ. ഒന്നുകിൽ ഒളിച്ചോടാം, അല്ലെങ്കിൽ പോരാടാം. ഓടി ഒളിക്കാനിരുന്നാൽ എന്നും അതിനു മാത്രമേ സമയം കാണൂ. ഒന്നും നഷ്ടപ്പെടുമ്പോൾ ഒറ്റപ്പെട്ടെന്ന് കരുതുന്നവരൊന്നും നേടിയിട്ടില്ല. ഒരു ജന്മമേ ഉള്ളുവെന്ന് തിരിച്ചറിഞ്ഞ് ഒറ്റയ്ക്ക് പോരാടാൻ തയ്യാറുള്ളവർ മാത്രമാണ് ജീവിതം ആസ്വദിക്കുക. ഇന്ന് രാവിലെ അതിമനോഹരമായ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വചനം വായിച്ചു. അമേരിക്കൻ ടിബറ്റിയൻ ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള പേമ ചോർഡോന്റെ വാക്കുകളാണ്. ആ വാക്കുകൾ എങ്ങനെയാണ്? ഡിഫിക്കൽട്ട് പീപ്പിൾ ആർ ദി ഗ്രേറ്റസ്റ്റ് ടീച്ചേഴ്സ്. ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യം പറയാം. വാക്കുകളെ കൊണ്ടും പ്രവൃത്തികളെ കൊണ്ടും നമ്മളെ കുരുക്കിലാക്കാൻ ശ്രമിക്കുന്ന ചിലരില്ലേ, നമ്മൾക്ക് പരീക്ഷ വിധിക്കുന്ന ചിലര്, അവർ യഥാർത്ഥത്തിൽ നമ്മുടെ അധ്യാപകരാണ്. അവർ നമ്മളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ പാഠം പഠിച്ചാൽ മാത്രം മതി. അവർ വിധിക്കുന്ന പരീക്ഷയിൽ തോൽക്കാതിരുന്നാൽ മാത്രം മതി. അവർ നമ്മളെ വീഴ്ത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടുന്ന് എണീക്കാൻ കഴിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ കൂടുതൽ ശക്തരാവും. അവർ നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ തോൽക്കാതിരിക്കുക. അതാണ് ജീവിതത്തിൽ അവർ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. അപ്പോൾ കാര്യം ശരിയല്ലേ? ഡിഫിക്കൽട്ട് പീപ്പിൾ ആർ ദി ഗ്രേറ്റസ്റ്റ് ടീച്ചേഴ്സ്. ഇന്ന് രാവിലെ അതിമനോഹരമായ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വചനം വായിച്ചു. അമേരിക്കൻ ടിബറ്റിയൻ ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള പേമ ചോർ പഴയ കാലത്തെപ്പറ്റി പറയാൻ 100 നാവാണ് മനുഷ്യരിൽ പലർക്കും. പക്ഷെ വേറെ പലർക്കും അത് ഓർക്കാൻ പോലും ഇഷ്ടമല്ലാത്ത വേദനകളാണ്. ചിലർക്കായി കളിപ്പാട്ടങ്ങളുടെ കിലുക്കമാണെങ്കിൽ മറ്റു പലർക്കുമായി വിശന്ന വയറിൻ്റെ നോവാണ്. വീഴ്ചകളുടെ ആഴം കണ്ടവർക്ക് പിന്നീട് വരാനിരിക്കുന്ന ഒരു താഴ്ചയും ഭയമുണ്ടാകില്ല. അവരുടെ ജീവിതം തകർച്ചകളിൽ നിന്ന് തുന്നിച്ചേർത്തതാണ്. നനുത്ത മണ്ണിൽ വളരുന്ന ചെടികൾക്ക് ചെറിയൊരു കാറ്റടിച്ചാൽ പോലും വേരുകൾക്ക് ഇളക്കം തട്ടും. പാറയിടുക്കുകളിൽ കൊടുങ്കാറ്റുകളോട് പോരാൻ വളരുന്ന വൻമരങ്ങളോടെ വേരുകൾ ഭൂമിയുടെ ആഴങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. അടിത്തറ ഇളക്കുന്ന കാറ്റുകൾ ആ മരങ്ങളെ ആടി ഉലച്ചേക്കാം, പക്ഷേ അവയെ വീഴ്ത്താൻ കഴിയില്ല. ഭൂതകാലത്തിൽ കഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ മനുഷ്യരും ഇതുപോലെയാണ്. അനുഭവങ്ങളുടെ തീക്കാറ്റിൽ ഉലഞ്ഞ് ഒടുവിൽ പാറ പോലെ ഉറച്ചുപോയവരാണവർ.
കഠിനമായ വേനലുകളുടെയും കണ്ണീരിൻ്റെയും ഭൂതകാലം ഒരു മനുഷ്യനെ കൂടുതൽ കരുത്തനാക്കി മാറ്റും. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത അവസ്ഥയല്ല അത്. എന്തു നഷ്ടപ്പെട്ടാലും വീണ്ടും പൂത്തുലയാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണത്. വീഴ്ചകൾ അവരെ ഭയപ്പെടുത്തില്ല. വീണെടുത്തു നിന്ന് എങ്ങനെ എഴുന്നേൽക്കണമെന്ന് അവർ പഠിച്ചിട്ടുണ്ടാവും. അവർ സ്വന്തം ജീവിതം കൊണ്ട് പഠിച്ചവരാണ്. ആടിയുലഞ്ഞ ഭൂതകാലമുള്ളവർക്ക് ചുറ്റും അനുഭവങ്ങളുടെ ഒരു അദൃശ്യ കവചം ഉണ്ട്. അത്രമേൽ സുന്ദരമല്ലാത്ത ഭൂതകാലമാണ് മനുഷ്യരെ അത്രമേൽ കരുത്തരാക്കുന്നത്. അവർക്കൊരിക്കലും പരാജയങ്ങളെ ഭയമുണ്ടാകില്ല. അവരെ ഭയപ്പെടുത്താൻ ആർക്കും കഴിയുകയുമില്ല. അല്ലെങ്കിലും തോൽവിയോടുള്ള പേടി മാറിയ മനുഷ്യരെയൊക്കെ ആർക്കാണ് ഭയപ്പെടുത്താനാവുക? തോറ്റ് പേടി മാറിയവർ. കടപ്പാട് ജയേഷ് മൈനാഗപ്പള്ളി. നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക. നിന്റെ അവിശ്വസ്തതയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക. നിന്റെ കർത്താവായ ദൈവത്തെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പ് നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയും. എന്നെക്കുറിച്ചുള്ള ഭയം നിന്നിലില്ലെന്ന് സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അരുളിച്ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്.